പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് LASന്റെ +2 ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് ക്ലാസ് ആണ്. 18ാമത്തെ ചാപ്റ്ററാണ് മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അവരുടെ മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും പഴയതിൽ നിന്നും മാറിയിട്ടുണ്ട്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിലാണ്. അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലാണ് കിട്ടുന്നത്, വൺ വേർഡൊക്കെ. പിന്നെ വരുന്ന 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കൊക്കെയാണ്. അത് നമുക്ക് ഗൈഡ് നോക്കിയാലും കിട്ടും. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രാക്ടീസും കൂടിയാണ് നമ്മൾ നൽകുന്നത്. പരമാവധി ആദ്യത്തെ 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അഥവാ കിട്ടിയില്ലെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഒരു 5 ഉണ്ട്, പിന്നെ 4 ട്രൂ ഓർ ഫാൾസ് ആണ്. ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വെൻ ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഷോ, ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റ് ഇല്ല, മാറ്റില്ല, അതിനെയാണ് ഇസ് ടു ബി സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡൈനാമിക് എന്നാണ് പറയുന്നത്. മൂവ്മെന്റ് ഇല്ല, ചലനമില്ലാതെ നിലനിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് സ്റ്റാറ്റിക്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത് സോഷ്യൽ ചേഞ്ച് ഈസ് കൺസിഡേർഡ് ബൈ ഡാഷ്. സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? വാല്യൂ ന്യൂട്രൽ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമത് സോഷ്യൽ ചേഞ്ചസ് മീൻ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ സോഷ്യൽ ഡാഷ് ഇന്ററാക്ഷൻ. അല്ലെ, സാമൂഹികപരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് എന്ത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ വരുന്ന മോഡിഫിക്കേഷൻ ആകാം അല്ലെങ്കിൽ വേരിയേഷൻ ആകാം. അപ്പൊ ആൻസർ സോഷ്യൽ ഇന്ററാക്ഷൻ. നാലാമത് സോഷ്യൽ ചേഞ്ച് ഈസ് എ ചേഞ്ച് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ചേഞ്ച് ആണ് സ്ഥാപനത്തിൽ വരുന്നത്. ആൻഡ് നോർമാറ്റീവ് ഓഫ് ഡേഷ് സൊസൈറ്റി, സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. അല്ലെ, സമൂഹത്തിന്റെ ഘടനയിൽ വരുന്ന ഒരു മാറ്റമാണ് സോഷ്യൽ ചേഞ്ചസ്. അഞ്ചാമത് സൊസൈറ്റി എക്സിസ്റ്റ് ഇൻ എ ഡേഷ് ഇൻ ഡൈനാമിക് ഇൻഫ്ലുവൻസ്. സൊസൈറ്റി എക്സിസ്റ്റ് ഇൻ എ യൂണിവേഴ്സ് എന്നാണ് അവിടെ വരുന്നത്. യൂണിവേഴ്സ് ഓഫ് ഡൈനാമിക് ഇൻഫ്ലുവൻസ്. ഇങ്ങനെയാണ് നമുക്ക് 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇനി ഒരു 4 ട്രൂ ഓർ ഫാൾസും വരുന്നുണ്ട്. ദ റേറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഈസ് സെയിം ഫോർ ഓൾ. സാമൂഹ്യ മാറ്റത്തിന്റെ നിരക്ക് എല്ലായിടത്തും ഒരേപോലെയാണ്. അത് തെറ്റാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ നിരക്ക് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ചൈനയിലും ഇന്ത്യയിലൊക്കെ ജനസംഖ്യ നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ വേറൊരു രാജ്യം നോക്കുകയാണെങ്കിൽ അവിടെ അത്ര വലിയ വളർച്ചയില്ലാത്ത രാജ്യങ്ങളുണ്ട്. അത് വ്യത്യസ്തമാണ്. രണ്ടാമത് സോഷ്യൽ ചേഞ്ചസ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ് ആണ്. അത് ശരിയാണ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രോസസ്. 3 സോഷ്യൽ ചേഞ്ചസ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ എ ഷോർട്ട് ടൈം ആൻഡ് മേ ടേക്ക് കൺട്രീസ് ടു ബി നോട്ടീസ്ഡ്. അത് ശരിയാണ്. സോഷ്യൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ് എ ഷോർട്ട് ടൈം ആണ് ആൻഡ് മേ ടേക്ക് കൺട്രീസ് ടു ബി നോട്ടീസ്ഡ്. 4 സോഷ്യൽ ചേഞ്ചസ് മേ ബി ഗുഡ് ഓർ ബാഡ് ആണ്, ഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ആണ്. അത് തെറ്റാണ്. സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ്, അല്ലെങ്കിൽ ഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ, അങ്ങനെ ഒരു ആശയം തെറ്റാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണും. ഇപ്പൊ 18ാമത്തെ ചാപ്റ്ററാണ് 18.1 18.2 പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് കാണും. അത് നോക്കിയിട്ട് പഠിക്കുക. ഇതുപോലെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. സാധാ ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സുകൾ ലഭിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡുകൾ വേണമെങ്കിൽ അത് ലഭിക്കാനും, അതേപോലെ തന്നെ LASന്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ് നൽകുന്നത്.
നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുമ്പോൾ പരീക്ഷ എന്നുള്ള സംവിധാനം നൽകുന്നുണ്ട്. ഇനി പരീക്ഷയ്ക്ക് പോകാൻ പ്രയാസമുള്ളവർക്ക് ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് +2 SSLC പരീക്ഷ എന്നുള്ള സംവിധാനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.